കാരണം ഒരു കാർമിക് കണക്ഷൻ അവർ തമ്മിലുണ്ട്, ഒരു കാർമിക് കടം വീട്ടൽ അവർ തമ്മിലുണ്ട്. കാരണം ജാതകത്തില് ഈ വൈനാശിക നക്ഷത്രത്തെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. തിരുവാതിരയ്ക്ക് രേവതി, പുണർദത്തിന് അശ്വതി, പൂയത്തിന് തിരുവാതിര. ആ സമയത്ത് ആ ദശാപഹാരം മേ ബി അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയേക്കാം എന്നുള്ളതാണോ? അതായത് നമസ്കാരം, ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഇന്നത്തെ നമ്മുടെ വിഷയം വൈനാശിക നക്ഷത്രം എന്നുള്ളതാണ്. എന്താണ് വൈനാശിക നക്ഷത്രം? നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ 22ാമത് നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ അശ്വതി നക്ഷത്രം, അശ്വതി നക്ഷത്രത്തിന്റെ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തിരുവോണത്തിൽ നിന്ന് തിരിച്ചെണ്ണിയാല് ഇപ്പൊ തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി, അശ്വതി. അപ്പോൾ തിരുവോണത്തിൽ നിന്ന് തിരിച്ചെണ്ണുമ്പോൾ അശ്വതി എന്ന് പറയുന്നത് വധ നക്ഷത്രമാവും. അപ്പോൾ വൈനാശിക വധ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഈ 2 നക്ഷത്രങ്ങളായിട്ട് ഫോം ആവുന്നത് എന്നുള്ളതാണ്. ഇതൊരു ദോഷ സൂചനയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് എന്നർത്ഥം. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിനാശത്തിന് കാരണമാകുന്നു, വിനാശകരമായ നക്ഷത്രം എന്നാണ് പറയുന്നത് വൈനാശിക വധ കണക്ഷൻ വരുന്നത്. ജ്യോതിഷത്തില് 22ാം സ്ഥാനം എന്ന് പറയുന്നത് വിനാശമായിട്ടാണ് കണക്കാക്കുന്നത്. 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത് മരണസൂചനയാണ് നൽകുന്നത്. അതുപോലെ 22ാമത്തെ നക്ഷത്രം ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും നഷ്ടങ്ങളെയും അപ്രതീക്ഷിതമായ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ജീവിതത്തിന്റെ ദിശ തന്നെ മാറാനായിട്ട് കാരണമായേക്കാം എന്നുള്ളതാണ് പറയുന്നത് ഈ നക്ഷത്രം. അതായത് 22ാം നക്ഷത്രത്തിൽ പെട്ടതായ ആളുകൾ, അതായത് വൈനാശിക നക്ഷത്രത്തിൽ പെട്ടതായ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു കാർമിക് കണക്ഷന്റെ സൂചനയാണെന്ന് പറയാം. പഴയ ജന്മത്തിൽ നമുക്ക് അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, കാർമിക് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ കടം, അങ്ങോട്ടുള്ളതായ എന്തോ കടം തിരിച്ച് വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ജന്മം വീണ്ടും ഇവര് കോണ്ടാക്റ്റിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കടം വീട്ടുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ജീവിതത്തിന്റെ ദിശ തന്നെ മാറിപ്പോയേക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതായത് ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വലിയ മാറ്റങ്ങൾക്ക് മേ ബി കാരണമായേക്കാം. അത് ഒരുപക്ഷെ വഴിത്തിരിവിന് തന്നെ, ജീവിതത്തിലെ വഴിത്തിരിവിന് തന്നെ കാരണമാകാറുണ്ട്. ജീവിതത്തിന്റെ ദിശ തന്നെ മാറിപ്പോകുക എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെയുള്ള 2 വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർ തമ്മിൽ ഒരു കാർമിക് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അട്രാക്ഷനും അവർ തമ്മിൽ ഉണ്ടാവും. പക്ഷെ അട്രാക്ഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും അത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അകൽച്ചകൾക്കും വേർപിരിയലുകളും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തികമായിട്ടോ ഈ വൈനാശിക ഈ 2 പേര് കണക്ട് ആവുമ്പോഴേക്കും അവിടെ വൈനാശിക നക്ഷത്രം ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടുള്ളതായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം. ഇപ്പോ ഹസ്ബൻഡ് വൈഫൊക്കെ ആയിട്ടാണ് ഇത്തരം വൈനാശിക നക്ഷത്ര കോമ്പിനേഷൻ വരുന്നതുണ്ടെങ്കിൽ അവർ മേ ബി സ്നേഹത്തിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ മറ്റ് വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ മൂലം അവർ മാനസിക സമ്മർദ്ദത്തിൽ വരുന്നതായ അവസ്ഥ ഉണ്ടാവാം. മേ ബി സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കർമ്മത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ സന്താനപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ദുരവസ്ഥ അവരെ പിന്തുടരുന്നു എന്നുള്ളതാണ്. അതുപോലെ അതായത് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഇല്ലാത്ത അവസ്ഥ വരും. അവർ കഷ്ടപ്പെടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് ഒന്നും അവർക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഹസ്ബൻഡ് വൈഫൊക്കെ ആയിട്ട് ഇത്തരം കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ഈ നക്ഷത്രത്തിൽ പെട്ടതായ ആളുകൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവാനും അവർ തമ്മിൽ വഴക്കും ഒക്കെ ആയിട്ട് പിരിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ട് പോകാനുള്ളതായ സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം. അതുപോലെ ഈ ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ ഇപ്പൊക്കെ കൂടുതലും കണ്ടുവരുന്നതാണ് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ. അതൊക്കെ ഇത്തരം നക്ഷത്രങ്ങൾ തമ്മിലുള്ളതായ കോമ്പിനേഷനുകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈനാശിക നക്ഷത്രത്തിൽ പെട്ടതായ ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് സേഫായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ഒന്ന് സേഫായിട്ട് സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്
ഇപ്പോൾ ലൈഫ് പാർട്ട്ണറെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വിവാഹ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈനാശിക നക്ഷത്രം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് ലൈഫിൽ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ദുരവസ്ഥ അവരെ പിന്തുടരാം എന്നുള്ളതാണ്. കാരണം ഒരു കാർമിക് കണക്ഷൻ അവർ തമ്മിലുണ്ട്, ഒരു കാർമിക് കടം വീട്ടൽ അവർ തമ്മിലുണ്ട്. ആ കടം വീട്ടേണ്ടതായി വരും. അപ്പോൾ അത് വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൻ്റെ ദിശ തന്നെ മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ജാതകങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും കണ്ടുവരുന്നുണ്ട് വൈനാശിക കണക്ഷനുള്ള ആളുകളിൽ. ഇപ്പോൾ ഇത് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ പെട്ടതായ വ്യക്തികൾ തമ്മിലുള്ളതായ റിലേഷൻസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇനി ഇത് കൂടാതെ നമ്മുടെ ജാതകത്തിൽ ഈ വൈനാശിക നക്ഷത്രം എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു നക്ഷത്രം വൈനാശിക നക്ഷത്രമാണ്, അത് നമ്മുടെ ജാതകത്തിൽ ഈ 12 ഭാവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ജാതകത്തിലും പ്രൊഡക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വൈനാശിക നക്ഷത്രം ജാതകത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപായിട്ട് ആദ്യം 27 നക്ഷത്രങ്ങളുടെയും വൈനാശിക നക്ഷത്രങ്ങൾ ഏതാണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അശ്വതി നക്ഷത്രത്തിന്റെ വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ്. അതുപോലെ ഭരണിക്ക് അവിട്ടം നക്ഷത്രം, കാർത്തികയ്ക്ക് ചതയമാണ്, രോഹിണിക്ക് പൂരുരുട്ടാതി, മകയിരത്തിന് ഉത്തരട്ടാതി, തിരുവാതിരയ്ക്ക് രേവതി, പുണർദത്തിന് അശ്വതി, പൂയത്തിന് ഭരണി നക്ഷത്രം, ആയില്യത്തിന് കാർത്തിക നക്ഷത്രം, മകത്തിന് രോഹിണി, പൂരത്തിന് മകയിരം, ഉത്രത്തിന് തിരുവാതിര, അത്തൻ നക്ഷത്രത്തിന് പുണർദം, ചിത്തിരയ്ക്ക് പൂയം, ചോതിക്ക് ആയില്യം, വിശാഖത്തിന് മകം, അനിഴത്തിന് പൂരം, തൃക്കേട്ടയ്ക്ക് ഉത്രം, മൂലത്തിന് അത്തം, പൂരാടത്തിന് ചിത്തിര, ഉത്രാടത്തിന് ചോതി, തിരുവോണത്തിന് വിശാഖം, അവിട്ടത്തിന് അനിഴം, ചതയത്തിന് തൃക്കേട്ട, പൂരുരുട്ടാതിക്ക് മൂലം, ഉത്തരട്ടാതിക്ക് പൂരാടം, രേവതിക്ക് ഉത്രാട നക്ഷത്രം. ഇവയാണ് വൈനാശിക നക്ഷത്രങ്ങൾ. ഇത് തിരിച്ചെണ്ണുമ്പോഴേക്കും വധനക്ഷത്രമാണ്. ഈ നക്ഷത്രങ്ങളിൽ ഈ വൈനാശിക വധ കണക്ഷൻ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷസൂചകമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ഈ വൈനാശിക വധ കോമ്പിനേഷൻ മാത്രമാണ്. ബാക്കി എല്ലാ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള നക്ഷത്രമാണെങ്കിലും ചിലപ്പോൾ ഇങ്ങോട്ട് പ്രതികൂലമായിരിക്കും. അതായത് വൺ വേ ആയിരിക്കും. ഇങ്ങോട്ട് പ്രതികൂലമാണെങ്കിലും അങ്ങോട്ട് അനുകൂലമായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലമാകുന്ന വേറെ നക്ഷത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഈ വൈനാശിക വധയിൽ മാത്രമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും മോശമായിട്ടുള്ള വിനാശകരമായ നക്ഷത്രം എന്ന് പറയുന്നത്. അത് കാർമിക് കണക്ഷൻ്റെ കൂടെ സൂചനയും കൂടി ആയതുകൊണ്ടാണ്. അതായത് ആ സമയത്ത് ആ ദശാപഹാരം മേ ബി അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയേക്കാം എന്നുള്ളതാണ്. ഇനി ജാതകത്തിൽ ഈ വൈനാശിക നക്ഷത്രത്തെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ വൈനാശിക നക്ഷത്രം ജാതകത്തിൽ നമ്മുടെ ഏത് ഭാവത്തിലാണോ വരുന്നത് ആ ഭാവ സംബന്ധമായിട്ട് ചിലപ്പോൾ ഗുണഫലങ്ങൾ കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഈ വൈനാശിക നക്ഷത്രം ഉണ്ടാവും. അപ്പോൾ ആ ഭാവ സംബന്ധമായിട്ടുള്ള ഗുണഫലം ചിലപ്പോൾ കുറയാം. രണ്ടാമത്തത്, ഈ വൈനാശിക നക്ഷത്രത്തിൽ നിൽക്കുന്നത് ഏത് ഗ്രഹമാണോ ആ ഗ്രഹം ഏത് ഭാവാധിപനാണോ ആ ഭാവാധിപത്യം സംബന്ധിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് ഗുണഫലം കുറയാം എന്നുള്ളതാണ്. അതായത് ഏത് ഭാവാധിപനാണോ വൈനാശിക നക്ഷത്രത്തിൽ നിൽക്കുന്നത് ആ ഭാവസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണഫലം കുറയാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, വൈനാശിക നക്ഷത്രത്തിന് ഒരധിപൻ ഉണ്ടാവുമല്ലോ. വൈനാശിക നക്ഷത്ര അധിപന്റെ ദശ അപഹാര കാലങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്നതാണ്. അത് കാരകത്വ സംബന്ധമായിട്ടാവാം, ഭാവാധിപത്യ സംബന്ധമായിട്ടാവാം, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ സന്താന പ്രശ്നമായിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ നക്ഷത്രാധിപന്റെ വൈനാശിക നക്ഷത്രാധിപന്റെ ദശ അപഹാര കാലത്ത് ബുദ്ധിമുട്ട് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഈ 3 ഏരിയകളിൽ പിന്നെ വരുന്നത് അതിന്റെ കാരകത്വം റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ നക്ഷത്രാധിപന്റെ കാരകത്വമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു കുറവ് സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുവൊക്കെ സപ്പോസ് ഗുരുവാണ്, ഇപ്പോൾ ഒരു വിശാഖം നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രം എന്നുണ്ടെങ്കിൽ ഗുരുവാണ് വൈനാശിക നക്ഷത്രാധിപൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കേസസിൽ ആ വ്യാഴദശയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ സന്താനപരമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകളോ
ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക, ഗുരു എന്ന് പറയുന്നത് ധനകാരകനും കൂടിയാണല്ലോ. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ളതായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ജാതകങ്ങളിൽ പരിശോധിക്കുമ്പോഴേക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ദശ അപഹാര കാലങ്ങളിലാണ് ആ വൈനാശിക നക്ഷത്രാധിപന്റെ അല്ലെങ്കിൽ ഏത് ഭാവാധിപനാണോ അവിടെ നിൽക്കുന്നത് ആ ഭാവാധിപത്യത്തിന്റെ ആ ദശ അപഹാര കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അതായത് ആ സമയത്ത് ആ ദശാപഹാരം മേ ബി അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കോമ്പിനേഷനിൽ അത്തൻ നക്ഷത്രത്തിന്റെ വൈനാശിക നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു അധിപനായി, നക്ഷത്രാധിപനായി. അപ്പോൾ ഒരു ജാതകത്തില് വ്യാഴദശ വന്ന സമയത്ത് അവർക്ക് സന്താന ദുരിതമുണ്ടായി എന്നുള്ളതാണ് ആ അധിപന്റെ ദശാകാലത്ത്. അതേപോലെ വേറൊരു ജാതകത്തില് അവരുടെ നക്ഷത്രാധിപൻ വൈനാശിക നക്ഷത്രം അശ്വതിയാണ്, അശ്വതിയുടെ അധിപൻ കേതുവാണ്. കേതുർ ദശാകാലത്ത് അവരുടെ ജീവിത ദശ മാറുന്നതായ സാഹചര്യങ്ങൾ അവരുടെ കുടുംബത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ലൈഫിന്റെ ആ ഒരു ഡയറക്ഷൻ തന്നെ മാറുന്ന രീതിയിലുള്ളതായ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടാവുകയും അതുവരെയുള്ള ലൈഫിൽ നിന്ന് മാറി വേറൊരു ലൈഫിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അത് കേതുവും കൂടെ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു ഐസൊലേഷൻ ഒക്കെ ചിന്തിക്കുന്നതായ ഒരു സ്റ്റേജിലേക്ക്, ഒരു സോഷ്യൽ ലൈഫിൽ നിന്നും പെട്ടെന്ന് ഒരു ഐസൊലേറ്റഡ് എന്ന് പറയുന്നതായ ഒരു ലൈഫിലേക്ക് മാറി എന്നുള്ളതാണ് ആ കേതുർ ദശാകാലത്ത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വൈനാശിക നക്ഷത്രം ജാതകത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വൈനാശിക നക്ഷത്രം ഏതാണെന്ന് ശ്രദ്ധിക്കുക. അത് ജാതകത്തിൽ ഏത് ഭാവത്തിലിരിക്കുന്നു, ഏത് ഭാവാധിപനാണ്, നക്ഷത്രാധിപൻ ആരാണ്, ഇവരുടെ ദശാകാലങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ അനുഭവത്തിൽ ജാതകത്തിൽ കാണുന്നതായ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ഭാവാധിപന്മാർ, ഏത് ഭാവാധിപനാണോ വൈനാശിക നക്ഷത്രത്തിൽ ഇരിക്കുന്നത് ആ ഭാവസംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12 ഭാവാധിപന്മാരും വൈനാശിക നക്ഷത്രത്തിൽ വന്നാൽ എന്തെല്ലാം ഫലങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അടുത്ത വീഡിയോയിൽ അത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.